എന്ത് ചവറും ഒരു കസ്റ്റമറുടെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന ഒരാളല്ല ഒരു യഥാർത്ഥ സെയിൽസ്മാൻ. പലരുടെയും ധാരണ എന്ത് പ്രൊഡക്റ്റും ആരുടെയെങ്കിലുമൊക്കെ തലയിൽ കെട്ടിവെക്കുന്ന ഒരാളാണ് സെയിൽസ്മാൻ എന്ന്. അങ്ങനെയല്ല. കസ്റ്റമർക്ക് ആവശ്യമുള്ള അദ്ദേഹത്തിന്റെ ഒരു പ്രോബ്ലം ആയിട്ടായിരിക്കും ഒരു കസ്റ്റമർ വരുന്നത്. അദ്ദേഹത്തിന്റെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ സാധിക്കുന്ന, ഒരു നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിക്കുന്ന ശരിയായ പ്രോഡക്റ്റ് സെലക്ട് ചെയ്യാനായിട്ട് കസ്റ്റമറെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് സെയിൽസ്മാൻ എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറയാം. എൻ്റെ കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോക്സ്വാഗൻ പോളോയാണ്. ഞാനത് വാങ്ങിക്കുന്ന സമയത്ത് 2 കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചത്. ഒന്ന്, എനിക്ക് ആ കാർ, ഒരു നല്ല കാർ ലഭിച്ചു. മാത്രമല്ല സെയിൽസ്മാനെ സംബന്ധിച്ചിടത്തോളം സെയിൽസ്മാന് പുതിയൊരു സെയിലും ലഭിച്ചു. ഒരു സെയിൽ നടക്കുന്ന സമയത്ത് ഒരു വിൻ വിൻ സിറ്റുവേഷൻ ആണ് ക്രിയേറ്റ് ചെയ്യപ്പെടേണ്ടത്. 2 പേരും വിജയിക്കണം. സെയിൽസ്മാന് ഒരു സെയിൽ കിട്ടുന്നു, കസ്റ്റമർക്ക് ഒരു മനോഹരമായ പ്രോഡക്റ്റോ സർവീസോ കിട്ടുന്നു. 2 പേരും വിജയിച്ചു കഴിഞ്ഞാലാണ് ആ സെയിൽ മനോഹരമായി എന്ന് പറയുന്നത്. കാരണം ഒരു സെയിൽ ക്ലോസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത്? ഒരു മനോഹരമായ ബന്ധം സ്റ്റാർട്ട് ആകുകയാണ്. ആ ഒരു ബിസിനസ്സും ആ ഒരു കസ്റ്റമറുമായിട്ടുള്ളൊരു ബന്ധം. ഇപ്പൊ ഞാൻ ആ എൻ്റെ കാറ് വാങ്ങിയ ശേഷം എനിക്കതിൽ പൂർണ്ണമായിട്ടൊരു സാറ്റിസ്ഫാക്ഷനാണ് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ എന്നോട് വന്ന് ചോദിക്കുന്നവരോട് ഞാൻ പറയും, നല്ല കാറാണ്, നമുക്ക് വാങ്ങിക്കാം. ഇനി അത് മാത്രമല്ല, ഞാൻ പുതിയൊരു കാറ് ചൂസ് ചെയ്യുകയാണെങ്കിൽ ഫോക്സ്വാഗൻ എന്ന ബ്രാൻഡ് തന്നെ ചൂസ് ചെയ്യത്തുള്ളൂ. അതേസമയം എനിക്ക് അവിടെ ഒരു നെഗറ്റീവ് അനുഭവമാണ് ഉണ്ടായിരുന്നെങ്കിലോ ഞാൻ എല്ലാവരോടും പറയും, ഈ കാറ് പർച്ചേസ് ചെയ്യരുത്, അല്ലെങ്കിൽ ഈ ബ്രാൻഡ് ചൂസ് ചെയ്യരുതെന്ന് പറയും. മാത്രമല്ല, പിന്നീട് ഒരിക്കലും ഞാൻ ആ കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റും ഉപയോഗിക്കത്തില്ല. ഒരു സെയിൽ നടന്നു കഴിഞ്ഞിട്ട് പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട്. റെഫറൻസ് സെയിലുകൾ ഉണ്ടാകണം, കൂടുതൽ മൗത്ത് പബ്ലിസിറ്റി ചെയ്യണം. ഇങ്ങനെയൊക്കെ ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? കസ്റ്റമറോട് ലോയലായിരിക്കണം. എന്ത് ചവറും തലയിൽ കെട്ടിവെക്കുന്ന ഒരാളാണ് സെയിൽസ്മാൻ എന്നുള്ള ചിന്താഗതി മാറണം. അപ്പോൾ നല്ല രീതിയിൽ കസ്റ്റമറെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളായിട്ട് മാറുക.